വിജയ് ആറാടും, വിജയ് തിമിർത്താടും. വെറൊരു മാസ് പടമല്ല, നല്ല മേഴ്സിലുള്ള പോലെ നല്ലൊരു പടമാണ്. ഒരു സ്റ്റൈലിസ്റ്റ് വിജയാണ് കാണിക്കുന്നത്. ഇപ്പൊ വിജയുടെ ഗോട്ടിന്റെ റിലീസ് എടുത്തേക്കോ, അതിന്റെ ട്രെയിലർ കണ്ടിരുന്നോ? ട്രെയിലർ കണ്ടപ്പോൾ വെറൊരു മാസ് പടമല്ല, നല്ല മേഴ്സിലുള്ള പോലെ നല്ലൊരു പടമാണ്. ഒരു ഇന്റർനാഷണൽ മൂവിയൊക്കെയാണ്. എന്തൊക്കെയോ സ്മഗ്ലിങ്ങോ ഡ്രഗ് ട്രാഫിക്കോ അങ്ങനെ എന്തൊക്കെയാണ്. വെറുതെ ഒരു മാസ് മസാല ഫിലിമല്ല, എന്നാൽ മാസമാണ്. ഒരു സ്റ്റൈലിസ്റ്റ് വിജയാണ് കാണിക്കുന്നത്. അപ്പോൾ വിജയുടെ ലാസ്റ്റ് പടമായി കൊണ്ട് ഇത് ഭയങ്കര തിരക്കായിരിക്കും. ശരിക്കും പറഞ്ഞാൽ വിജയ് അഭിനയത്തിന് ആക്ടിങ് നിർത്താൻ പാടില്ലായിരുന്നു. സിനിമയുടെ പൊളിറ്റിക്സ് ഓഫ് ആക്ടിങ് മെയിൻറ്റെയിൻ ചെയ്യാനും. പക്ഷേ ഇത് ഭയങ്കര ക്രൗഡായിരിക്കും. കാരണം വിജയനെ സ്നേഹിക്കുന്ന എല്ലാവരും ഉണ്ടാവും. പടം ഒരു 1.5 ആവാൻ സാധ്യതയുണ്ട്. ലിയോയെക്കാട്ടും അടുത്ത കാലത്ത് ഇറങ്ങിയ എല്ലാ പടത്തേക്കാളും നല്ലതായിരിക്കും. വിജയുടെ ചെറുപ്പം കാണിക്കണ്ടല്ലോ അതിനകത്ത്, അതിനൊക്കെ ഒരുപാട് നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും പ്രശ്നമില്ല. വിജയ് ഫാൻസാണ് എന്നാണ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻസുള്ള അവരാണ്. പടം മോശമായ പോലെ തന്നെ ബോൾ ഓടും. കാരണം അത്രയ്ക്ക് ഇനീഷ്യബിളായിരിക്കും. പ്രത്യേകിച്ച് വിജയുടെ ലാസ്റ്റ് ഇനി പടം അഭിനയിക്കെല്ലാം പറയുമ്പോൾ ജനങ്ങളെ ഇറച്ചു കയറും. പടം ഭയങ്കര എനിക്കൊന്നുമില്ല. ഫസ്റ്റ് ഡേ ടിക്കറ്റ് കിട്ടുമോ? വെങ്കട് പ്രഭുവിന്റെ മേക്കിങ്ങിനെ കുറിച്ച് എന്താ മങ്കാത്ത മാനാടൊക്കെ ചെയ്തത് ഇഷ്ടപ്പെട്ടു. ഞാൻ നേരത്തെ ട്രെയിലർ കാണാതെ പറഞ്ഞു. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് മേഴ്സിലുള്ള പോലെ നല്ലൊരു മൂവിയാണ്. വെറും ഒരു മാസല്ല, നല്ല സ്റ്റൈലൈസ് സയൻസ് ഫിക്ഷൻ ആണെന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി പാടൊക്കെ ഉണ്ടാവും. സയൻസ് ഫിക്ഷൻ മൂവീസ് ഇവിടുത്തെ യൂത്ത് ഒരുപാട് കാണുന്നതാണ്. നമ്മുടെ ഓഡിയൻസ് ഒരുപാട് കാണുന്നതാണ്. പടം പിന്നെ ഈ ടിപ്പിക്കൽ ഓഡിയൻസിനെ എങ്ങനെ അറിയില്ല. എന്തായാലും പടം ഇറ്റായിരിക്കും. വിജയുടെ ഒരു പക്ക മാസമായിരിക്കും. ബോക്സ് ഓഫീസ് തകർക്കും. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മാർക്കറ്റുള്ള ആൾ വിജയാണ്. അത് മാത്രം പടവും വരുന്നതാണ്. വിജയുടെ ലാസ്റ്റ് പടമാണ്. ഭയങ്കര കളക്ഷൻ ആയിരിക്കും. ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. വിജയ് ആറാടും, വിജയ് തിമിർത്താടും.